നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും കുറേയൊക്കെ പോരായ്മകളുണ്ട്, കുറേയൊക്കെ പിടിച്ചുപറികളുണ്ട്, എല്ലാം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇറ്റ് ഓൾ ഹാപ്പൻസ്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു രോഗമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം അനുഭവിക്കുന്ന ഒരു വിഷയം എന്താ വെച്ചെങ്കിൽ, നമ്മുടെ രോഗത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് തരാൻ ഹോസ്പിറ്റലിലെ ഡോക്ടർക്കോ അല്ലെങ്കിൽ ബാക്കി സംവിധാനങ്ങൾക്കോ പറ്റാറില്ല. ഒന്നൊരു രോഗി ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താ, അയാളുടെ രോഗം എന്താ, ഇത് കൃത്യമായി ഡീറ്റെയിൽ ചെയ്ത് സമ്മറൈസ് ചെയ്ത് കൊടുക്കാൻ ഡോക്ടർക്കും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിനും പറ്റണം. അത് പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ വരും. ഒരുപാട് വിഷയങ്ങളിൽ എന്താ പറയുക, തെറ്റിദ്ധാരണകൾ വന്ന് പേഷ്യൻസ് പേടിക്കുന്നൊരവസ്ഥയിലാവും. അല്ലെങ്കിൽ അവർക്ക് മിസ്ഇൻഫർമേഷൻസ്, വേറെ എവിടുന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞതൊക്കെ കാര്യങ്ങൾ തലയിൽ വെച്ച് ഹോസ്പിറ്റലിനെയോ ഡോക്ടറിനെയോ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ വരും. ഓക്കെ, നമ്മുടെ അഡ്വാൻസ്ഡ് സിസ്റ്റം ഒക്കെ നല്ലതാണ്. പക്ഷേ ഒരു രോഗിക്ക് അയാളുടെ രോഗം, അയാളുടെ രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഡീറ്റെയിൽഡ് സമ്മറി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. RJ അന്തു, ഈ സൈഡിൽ ഞാൻ പ്രൊഫൈൽ വയ്ക്കാം. RJ അന്തു അത്യാവശ്യം റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നൊരു പ്രൊഫൈലാണ്. ഒരു ജേർണലിസ്റ്റ്, മീഡിയ പേഴ്സൺ കൂടിയാണ് ഈ പറഞ്ഞ RJ അന്തു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ അസിസ്റ്റൻറ്റ് ന്യൂസ് എഡിറ്ററായിട്ട് ചുമതലയേറ്റു എന്നുള്ള ന്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. RJ അന്തുവിൻ്റെ കുറച്ച് റീൽസൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുമുണ്ട്. RJ അന്തു KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂരിനെതിരെ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. നല്ല വൈറലായിരുന്നു വീഡിയോ. മില്യൺസ് ഓഫ് വ്യൂസ് ആൻഡ് റീച്ചാണ് ഇതിന് പോയത്. ഈ വീഡിയോ ഞാനന്ന് ഇവിടെ ആദ്യം പ്ലേ ചെയ്യാം. ഇതൊരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചെങ്ങന്നൂരിലെ KMC ഹോസ്പിറ്റൽ അഥവാ KM ചെറിയാൻ ആശുപത്രി എന്ന കൊള്ള സങ്കേതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് 2 വീലറിൽ യാത്ര ചെയ്തു വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് സ്കിഡായി. ഞാൻ റോഡിൽ തെറിച്ചു വീണു. ഇടത്തേക്കയുടെ ഈ ഭാഗത്ത് നല്ല വേദനയും നീരും തോന്നി. KMC ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടി പോയത്. ആദ്യം എക്സ്റേ എടുത്തു, പിന്നെ അവർ CT സ്കാൻ എടുപ്പിച്ചു. കുറച്ച് കഴിഞ്ഞൊരു ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: സർജറി വേണം, സീരിയസ് ഇഞ്ചുറിയാണ്, ഇന്ന് അഡ്മിറ്റ് ആവണം, നാളെ രാവിലെ ഓപ്പറേഷൻ, പിന്നീട് 6 ആഴ്ച കയ്യിൽ പ്ലാസ്റ്റർ ഇടണം. ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അനിയൻ ഫസലാണ്. അവനോട് സർജറി എക്സ്പെൻസിന്റെ കാര്യം സംസാരിക്കാൻ ഡ്യൂട്ടി മാനേജറെ കാണാൻ പറഞ്ഞു. ഒരു മനസാക്ഷിയുമില്ലാതെ 2 ലക്ഷം രൂപയാകും ഓപ്പറേഷൻ എന്ന് അയാളും പറഞ്ഞു. എത്രയും വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. 5885 രൂപ അവർ ബില്ലടപ്പിച്ചു. പിന്നീട് സീനിയർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ ഹരിദാസ് സാറിനെയും നസീർ സാറിനെയും ഞങ്ങൾ പോയി കണ്ടു, ഒപ്പീനിയൻ എടുത്തു. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, 3 ആഴ്ച ബാൻഡേജ് കയ്യിൽ ചുറ്റുക, എല്ലാം ശരിയാകും, വേറെ ഒന്നും പേടിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ KMC ഹോസ്പിറ്റലിൽ നിന്ന് സീരിയസ് ഇഞ്ചുറിയാണ്, സർജറി വേണമെന്നൊക്കെ പറഞ്ഞ കാര്യം ഇവരെ അറിയിച്ചപ്പോൾ ഈ 2 ഡോക്ടർമാർ ഞെട്ടിപ്പോയി. ഏറ്റവും വിഷമിപ്പിച്ചത് 35 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ് 2 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സർജറി നാളെ തന്നെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. അയാളുടെ പേരറിയാമെങ്കിലും അതിവിടെ പറയാത്തത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൊള്ള നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൂലിക്കാരൻ മാത്രമാണ് അയാളെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. എത്ര പാവങ്ങളെ ഇവർ ഇതുപോലെ പറ്റിക്കുന്നുണ്ടാവും, എത്ര ശരീരങ്ങൾ ഇതുപോലെ ഒരു കാര്യവുമില്ലാതെ കീറി മുറിക്കുന്നുണ്ടാവും, എത്ര ലക്ഷങ്ങൾ ഇങ്ങനെ കൊള്ള നടത്തുന്നുണ്ടാവും. ചെങ്ങന്നൂരിലെ ഈ KM ചെറിയാൻ ഹോസ്പിറ്റൽ ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് കോടികൾ ഇങ്ങനെ തട്ടിപ്പറിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ അവയവങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിലെ ചികിത്സാ പിഴവ് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ചികിത്സാ കൊള്ളയും നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാവരും പ്രതികരിക്കണം, ഗവൺമെന്റ് ഇടപെടണം, ഈ കൊള്ളക്കാരെ പൂട്ടണം. ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവരോട് പറയാനുള്ളത്, എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന മനുഷ്യർക്കിടയിലെ ദൈവങ്ങളെ പോലെയാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. കയ്യിൽ കിട്ടുന്ന മനുഷ്യരെ കച്ചവടക്കണ്ണോടെ മാത്രം കണ്ട് അവരെ ഓപ്പറേഷൻ ടേബിളിൽ എത്തിച്ച് വെട്ടിക്കീറി പണമുണ്ടാക്കുന്ന മനസാക്ഷിയില്ലാത്ത നാണം കെട്ട കാലന്റെ പണി നിങ്ങൾ ചെയ്യരുത്. ഇനി ഒരാളും നിവൃത്തിയുണ്ടെങ്കിൽ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ പോവരുത്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഈ മെഡിക്കൽ ടേംസ് വെച്ച് മറുപടി പറഞ്ഞാലും നിങ്ങൾ കേസ് കൊടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല, ഞാനത് നേരിട്ടോളാം. ഞാൻ പറഞ്ഞത് അത്രയും എൻ്റെ അനുഭവങ്ങളാണ്, 100% സത്യമാണ്. കൊള്ള നടത്തുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും നിങ്ങളുടെ അനുഭവങ്ങളും കമന്റ് ചെയ്യുക. മനുഷ്യർക്കിടയിൽ ഈ കൊള്ളക്കാരെ പൂട്ടാൻ കഴിയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ ഒരു വീഡിയോനകത്ത് RJ അന്തു സംസാരിച്ച കാര്യങ്ങൾ ഞാൻ, ടു ബി ഹോണസ്റ്റ്, സൊസൈറ്റിയിൽ ഒരുപാട് അതായത് മെഡിക്കൽ ടേംസ് അറിയാത്ത, രോഗങ്ങളെക്കുറിച്ച് വലിയ അറിവില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായി നോർമലായിട്ട് ഒരു ആവറേജോ ബിലോ ആവറേജോ
ലിവിങ് കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് തോന്നാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സാണെന്നുള്ളത് പ്യുവർ ബിസിനസ്, അതും പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ പ്യുവർ ബിസിനസ്സാണെന്നുള്ളത് ഓൾറെഡി നാട്ടുകാരുടെ ഇടയിൽ എന്താ പറയുക പകൽ വെളിച്ചം പോലെ എല്ലാവരും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും രോഗം വന്നാൽ കയറണമല്ലോ, കാണിക്കണമല്ലോ, ജീവൻ നിലനിർത്തണമല്ലോ എന്ന് വിചാരിച്ച് വിശ്വസിച്ചിട്ട് കയറി പോകുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. അപ്പോൾ ഈ ഒരു കോമൺ സാധനം ആളുകളുടെ ഇടയിലുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വൻ തട്ടിപ്പ്, വൻ രീതിയിലുള്ള മാഫിയ, മരുന്ന് മാഫിയ, ഓർഗൻ മാഫിയ, സർജറി മാഫിയ, ഇങ്ങനത്തെ ഒക്കെ ഭാഗമായി ഡോക്ടർമാരും ഇതിൻ്റെ ഭാഗമാണ്, പല ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡും ഇതിൻ്റെ ഭാഗമാണെന്നുള്ള തോട്ട്സൊക്കെ ഉള്ള സമയത്ത് RJ അന്തുവിനെ പോലെ ഇത്രയും എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുന്ന ഒരാൾ വന്ന് അയാൾക്ക് സ്വയം ഉണ്ടായൊരു അനുഭവം, അതും നിങ്ങൾ ആലോചിക്കണം, ഒരു ഇഞ്ചുറി ഉണ്ടായി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു, സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത സമയത്ത് ആ ഹോസ്പിറ്റലിൽ പറഞ്ഞ സർജറിയോ കാര്യങ്ങളോ ഒന്നും അയാൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഒരു ക്രീക്ക് ബാൻഡേജ് ഇപ്പോൾ ഈ വീഡിയോയിൽ കയ്യിലിട്ട് വന്ന പോലെ ഒരു സ്ലിംഗ് ഔട്ട് വന്നു കഴിഞ്ഞാൽ മാറേണ്ട ഒരു 3 ആഴ്ചത്തെ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ, അതിനാണോ ലക്ഷങ്ങളുടെ സർജറി പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഒരു റീല് പുറത്തിടുമ്പോൾ അത് സാധാരണക്കാരനൊരാൾ കാണുമ്പോൾ എന്താ ശരിയാണല്ലോ, KMC ഹോസ്പിറ്റലിൽ എമ്മാതിരി വൃത്തികേടാ കാണിച്ചത്, ഇത്ര ചെറിയൊരു പരിപാടിക്ക് ഒരു ക്രിക്ക് ബാൻഡേജും ഒരു സ്ലിംഗ് ഇട്ടിട്ട് വിടേണ്ട ഒരു ആവശ്യത്തിനാണോ 2 ലക്ഷം രൂപയുടെ എന്നൊക്കെ പറയാനുള്ള തോട്ടിക്ക്. കാരണം എന്താണ് RJ അന്തുവിൻ്റെ ഇഞ്ചുറി എന്നോ അല്ലെങ്കിൽ ആ ഇഞ്ചുറി എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അത്ര ലൈറ്റായിട്ടുള്ളൊരു ഇഞ്ചുറിയാണെന്ന് കാണിക്കാൻ മാത്രമുള്ള ഒരു എവിഡൻസുകൾ കൃത്യമായ എന്താ പറയുക ടൈമിന് ഈ വീഡിയോനകത്ത് വെക്കാനോ അല്ലെങ്കിൽ വെച്ചതിൻ്റെ ക്ലാരിറ്റി വെക്കാനോ ഒന്നും RJ അന്തു നോക്കിയിട്ടില്ല. മൂപ്പര് ബേസിക് മറ്റേ സാധനമാണ്, അതായത് ഞാനവിടെ ചെന്നു എന്നോട് ഒറ്റയടിക്ക് ഓപ്പറേഷൻ പറഞ്ഞു. ഇത് നാട്ടുകാരുടെ ഇടയിലുള്ള ഒരു സംഗതിയാണ്, മനസ്സിലായോ? അതായത് എവിടെ ചെന്നാലും ഒരു ഓപ്പറേഷൻ പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർ ഞെട്ടും അല്ലെങ്കിൽ ചിന്തിക്കും 100 വട്ടം. അത് ഉണ്ടായൊരു കാരണം എന്താ? ഇങ്ങനെ സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു പേടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം കിടക്കാനുള്ള കാരണം എന്താ? പല ഹോസ്പിറ്റലുകളും അൺവാണ്ടഡ് ആയിട്ട് ഇതേപോലുള്ള പല ഡോക്ടർമാരും ഇതേപോലെ അൺവാണ്ടഡ് ആയിട്ട് കുറേ സർജറികൾ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവിടെ കുറേ ഇഷ്യൂസ് നടന്നതായിട്ട് ആളുകളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട്. പക്ഷേ എല്ലാ കേസിലും എല്ലാ ഡോക്ടർമാരും എല്ലാ ഹോസ്പിറ്റൽസും സർജറി പറയുന്നത് തട്ടിപ്പിനും വെട്ടിപ്പിനും വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയും നല്ലതിനല്ല, മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് RJ അന്തു വന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ ഇത് വൈഡ്ലി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങി RJ അന്തുവിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ആളുകൾ ഭയങ്കരമായിട്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന പിടിച്ചുപറിയെക്കുറിച്ചും അവർക്കുണ്ടായ ഇപ്പോൾ ഈ KMC ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർക്കുണ്ടായ അവരുടെ കുറേ എക്സ്പീരിയൻസുകൾ വന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ പറഞ്ഞ കാര്യമല്ല സെക്കൻഡ് ഹോസ്പിറ്റലിൽ വേറൊരു ഡോക്ടർ പറഞ്ഞു എന്നുള്ള രീതിക്കൊക്കെയുള്ള കുറേ അധികം, ഞാനിവിടെ സൈഡിലൊരു കമൻറ്റൊക്കെ വയ്ക്കാം. അങ്ങനെ ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസുകൾ വന്ന് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ RJ അന്തുവിൻ്റെ വീഡിയോയിൽ കമൻ്റ് ഉണ്ട്, ഇയാൾ വീട്ടിൽ വന്നിരുന്നു, സർജറി താല്പര്യമില്ല എന്ന് പറഞ്ഞു, എങ്കിൽ പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ റിപ്പോർട്ടർ TVയിൽ ജോയിൻ ചെയ്യണം, പ്ലാസ്റ്റർ ഇട്ടോ ആദ്യ ദിവസം തന്നെ പോകുന്നത് നല്ലതല്ല എന്ന് അയാൾ തന്നെ പറഞ്ഞു, എങ്കിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിൽ വന്ന് പ്ലാസ്റ്റർ ഇടണമെന്ന് തൽക്കാലം ബാൻഡേജ് ഇടുന്നതിനും പറഞ്ഞു, CD കാണാൻ കഴിഞ്ഞില്ല, പ്ലാസ്റ്റർ കൊണ്ട് എല്ലാം ശരിയാകുമെന്നോ സർജറി ആവശ്യമില്ലെന്നോ ഞാൻ പറഞ്ഞില്ല, മെസ്സേജ് ഫ്രം ദ സെക്കൻഡ് ഒപ്പീനിയൻ ഡോക്ടർ. അതായത് RJ അന്തു KMC ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വിഷയം തോന്നിയിട്ട് അല്ലെങ്കിൽ ഈ സർജറിക്ക് പറഞ്ഞത് ഭയങ്കര സസ്പീഷ്യസ് ആയി തോന്നിയിട്ടാണ് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത ഡോക്ടറിൻ്റെ കാര്യം വീഡിയോയിൽ റെഫർ ചെയ്തത്. അതേ സെക്കൻഡ് ഒപ്പീനിയൻ പറഞ്ഞ ഡോക്ടർ, അതായത് അയാളുടെ മെസ്സേജാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കമൻറ്റ് ഇവിടെ വന്നിട്ടുള്ളത്, മനസ്സിലായോ? അപ്പോൾ ഇതിൽ എന്തോ ഒരു വിഷയം തോന്നി തുടങ്ങി. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ KMC ഹോസ്പിറ്റലിൽ തന്നെ സീനിയർ ഓർത്തോ സർജൻ ഇതിൽ മറുപടി ആയിട്ട് വന്നു RJ അന്തുവിന്. കാരണം KMC ഹോസ്പിറ്റലിന് ഇത് ഭയങ്കര അടിയായി, മില്യൺ കണക്കിന് വ്യൂ പോകുന്നു, ഹോസ്പിറ്റലിൽ ഇതേപോലെ കൊള്ള നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നെ ഒരുപാട് ഡോക്ടർമാർ ഇതിനകത്ത് വന്ന് കുറേയധികം കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ RJ അന്തുവിൻ്റെ വീഡിയോന് കുറേ റിപ്ലൈ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ അവർ കൃത്യമായിട്ട് RJ അന്തു കാണിച്ച ആ ഒരു മിനിമം പോർഷനിൽ മാത്രം വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കേസ് ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്താണ് RJ അന്തുവിന്, എന്തുകൊണ്ടാണ് RJ അന്തുവിനോട് ഈ സർജറിക്ക് പറഞ്ഞതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ ഡോക്ടേഴ്സ് കമൻറ്റ് ചെയ്യുന്നു, കുറേ പേര് റിയാക്ഷൻ വീഡിയോ ഇടുന്നു. അതിൽ നിന്ന്
ഇവർക്ക് KMC ഹോസ്പിറ്റലിന് ഇങ്ങനൊരു വീഡിയോ ഇട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട അവസ്ഥയിലെത്തി. അങ്ങനെ KMC ഹോസ്പിറ്റലിലെ ഓർത്തോ സർജൻ വന്നിട്ട് വീഡിയോ കൂടി ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ, KM ചെറിയാൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. ഷിഹാസ് എന്ന് പറയുന്ന വ്യക്തി 3/3/2026 ഒരു വാഹന അപകടത്തെ തുടർന്ന് KM ചെറിയാൻ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിൽ വരികയും അദ്ദേഹത്തിന് എൻ്റെ ജൂനിയർ കോളീഗ് അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സ്റേ എടുക്കുകയും എക്സ്റേയിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് ആ ഫ്രാക്ചർ എന്തോന്ന് മനസ്സിലായതിനെ തുടർന്ന് ഈ രോഗിയോട് ഈ ഫ്രാക്ചറിൻ്റെ സവിശേഷത പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു CT സ്കാൻ എടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഈ CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം വില്ലിംഗ് ആയിരുന്നു, ഈ പേഷ്യൻ്റ് വില്ലിംഗ് ആയിരുന്നു. അതിനുശേഷം CT സ്കാൻ എടുത്തു. CT സ്കാനിനകത്തെ ഈ ഫ്രാക്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫ്രാക്ചർ എന്താണ്, ഫ്രാക്ചർ എന്തൊക്കെയാണ് ഫ്രാക്ചർ കയ്യിൽ സംഭവിച്ചിരിക്കുന്നത്, അതിൽ എത്രത്തോളം ആ ഫ്രാക്ചർ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്, അപ്പം ഇദ്ദേഹം ചെറുപ്പമാണ്, 30 വയസ്സേ ഉള്ളൂ, അപ്പോൾ ഇതിൽ പ്ലാസ്റ്റർ ഇട്ടാൽ വരാവുന്ന ഭവിഷ്യത്തുകൾ, ഇത് സർജറി ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എല്ലാത്തിനും അദ്ദേഹത്തിന് വളരെ വിശദമായിട്ട് ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന് ഇതിൻ്റെ സർജറിയുടെ എക്സ്പെൻസ് എത്രയാണെന്ന് ചോദിച്ചു. അതിന് കോസ്റ്റ് കൗൺസിലിങ്ങിന് അദ്ദേഹത്തിനെ വിടുകയും തുടർന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് വളരെ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുകയാണ്, ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുകയാണ്, വെള്ളിയാഴ്ച തൊട്ട് ഞാൻ വേറെ ഒരു മീഡിയയിലോട്ട് മാറുകയാണ്, എനിക്ക് പ്ലാസ്റ്റർ ഒന്നും ഇടാൻ പറ്റിയല്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുള്ളി എക്സ്റേയും ബാക്കിയുള്ളതും കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഇവിടുന്ന് പോകുന്നിടം വരെ അദ്ദേഹം ഒരു പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടത്. ഡോക്ടർ സംസാരിച്ച ഈ പോർഷനിൽ തിരിച്ച് ഡോക്ടറോട് ഒരു 1-2 ക്വസ്റ്റ്യൻസ്. ഒന്ന്, RJ എന്തുവെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ നിങ്ങളല്ല. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, നിങ്ങൾ അവിടുത്തെ സീനിയർ ആയിരിക്കാം, നിങ്ങൾക്ക് അവിടുത്തെ ആളുകൾ പറഞ്ഞെന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ചെയ്തതായിരിക്കും. ഇതിനകത്ത് RJ എന്തു എനിക്ക് പ്ലാസ്റ്റർ ഇടണ്ട, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു മീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ പ്ലാസ്റ്റർ കയ്യിൽ ഇങ്ങനെ കാണുമെന്നുള്ള കാര്യം പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൂഫ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചു എന്ന് പറയപ്പെടുന്ന ഡോക്ടറും ഇതേ ഒരു ക്ലെയിം പറഞ്ഞിട്ടുണ്ട്, RJ എന്തു മീഡിയയിൽ ജോയിൻ ചെയ്യാൻ, റിപ്പോർട്ടർ ചാനലിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് കയ്യിൽ പ്ലാസ്റ്റർ ഇടണ്ട അത് പറഞ്ഞു എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനോടും നിങ്ങൾ കൃത്യമായിട്ട് എന്തിനാണ് സർജറി ചെയ്യുന്നത്, സർജറി ചെയ്താലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പഴയ രീതിയിലുള്ള രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുക എന്നുള്ളൊരു ഭയങ്കര പ്രാകൃതമായിട്ടുള്ളൊരു ഐറ്റമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം മോസ്റ്റ്ലി കീ ഹോൾ അടക്കമുള്ള സർജറി മെത്തേഡ്സ് ആണ് ആളുകൾ യൂസ് ചെയ്യാറ്. ബിക്കോസ് മസിൽ ലോസ് വരാതിരിക്കും, റിക്കവറി ടൈം കുറച്ചും കൂടി ഈസി ആയിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ആരും അങ്ങനെ ഒരു സെർട്ടൈൻ ടൈം പീരിയഡിന് ചിലപ്പോൾ ഒരു 2 weeks 1 week ഒക്കെ ചിലപ്പോൾ പ്ലാസ്റ്റർ ഇടും, അത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഇടാറില്ല, അതിനെ ഓപ്റ്റ് ചെയ്യാറില്ല ആരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും അങ്ങനെ RJ എന്തുവിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അയാൾ വന്നിട്ട് വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്. അതങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഷ്യൻസിന് മൊത്തം നിങ്ങളിത് പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൂഫോ എക്സ്പ്ലനേഷനോ തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. ബിക്കോസ് ഞാൻ മോസ്റ്റ്ലി അങ്ങനെ അധികവും ഡോക്ടർമാർ ചെയ്യാറെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് കാര്യമൊന്നും മനസ്സിലാവില്ല. നമുക്കിപ്പോൾ എന്ത് മനസ്സിലാവാൻ, നമുക്ക് ബോഡി അനാട്ടമി എന്താണെന്ന് അറിയില്ല, നമുക്കൊരു ഡിസീസിൻ്റെ കോസ് എന്താണെന്ന് അറിയില്ല, അത് ക്യൂർ ആണെങ്കിൽ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഡിസീസ് നമുക്ക് ഡയഗ്നോസ് ചെയ്തു, അതിൻ്റെ പാത്തോളജി എന്താണെന്നുള്ളതോ ഒന്നും നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല. നമ്മളൊരു വിശ്വാസത്തിൻ്റെ മുകളിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ഡോക്ടറിൻ്റെയും ഒരു ഹോസ്പിറ്റലിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ബൈസ്റ്റാൻഡർ കൂടി പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ രോഗി വേറൊരു മാനസികാവസ്ഥയിലാവും, പക്ഷേ ബൈസ്റ്റാൻഡർ കുറച്ചും കൂടി സ്റ്റേബിളായിരിക്കും. അപ്പോൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയാലും മതി. അപ്പോൾ RJ എന്തുവിൻ്റെ കേസിൽ ഈ ബൈസ്റ്റാൻഡറോട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, RJ എന്തുവിനോട് ഇത്രയും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ടും അയാൾ പോയതാണോ എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ക്രിസ്പായിട്ട് തരണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം RJ എന്തു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും പറയുന്നില്ല. ഡോക്ടർ വരുന്നു, ഇരിക്കാൻ പറയുന്നു, അടുത്ത സർജറി പറയുന്നു, അടുത്ത നേരെ വിട്ടോ എന്ന് പറയുന്നു, പൈസ സംസാരിക്കാൻ വിട്ടോ, ഈ ഒരു മൂഡിലാണ് RJ എന്തുവിൻ്റെ വീഡിയോ. ഇദ്ദേഹം ആ റീലിൽ പറയുന്ന സംഭവങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആ റീലിൽ അദ്ദേഹം കാണിക്കുന്നിടത്ത് ഒരു മിന്നായം പോലെ മിന്നിമറയുന്ന ആ എക്സ്റേ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ അസുരോഗത്തെക്കുറിച്ച് വിവരമുള്ള ആൾ പോലും വേണ്ട, ഒരു 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 സാധാരണ മനുഷ്യന് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു നോർമൽ അല്ല, അതിനകത്തൊരു പൊട്ടലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഫിലിം അദ്ദേഹം കാണിക്കുന്നില്ല, ഒരു CD കാണിക്കുന്നത്. CD കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അതിനുശേഷം അദ്ദേഹം കാണിക്കുന്ന റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു ക്വാളിഫൈഡ് റേഡിയോളജിസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് എ
ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഓഫ് ഡിസ്റ്റൽ എൻഡ് ഓഫ് റേഡിയസ്. പറയുകയാണെന്നുണ്ടെങ്കിൽ അകന്നിരിക്കുന്ന നമ്മുടെ കൈക്കുഴ, റിസ്റ്റ് ജോയിൻറ്റിൻ്റെ കുഴയിലുള്ള റേഡിയസ് എന്ന് പറയുന്ന അസ്ഥിയിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാക്ചർ ഉണ്ടെന്നാണ്. 30 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചറിന് ഇപ്പോഴത്തെ നിലവിലത്തെ ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് സർജറിയാണ്. അപ്പോൾ ഇദ്ദേഹം അതിനുശേഷം നാട്ടിലോട്ട് പോവുകയും അവിടെ ഏതോ ഒരു ഡോക്ടറെ ഇതെല്ലാം കാണിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് കണ്ട് ഇത് സർജറി വേണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ ഞെട്ടി തെറിച്ചു പോയി എന്നാണ് പറയുന്നത്. വേറെ ഒരു ഡോക്ടറെയും കാണിച്ചു, ആ ഡോക്ടർ ഞെട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ഡോക്ടർമാർ ഞെട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, ഇതിലൊരു സ്ക്രാച്ച് ഉള്ളതെന്ന് പറഞ്ഞു. ഈ സ്ക്രാച്ച് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാമേ, ഓർത്തോപെഡിക്സിൽ അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല. അത് പറഞ്ഞ ഡോക്ടർ ആയിരിക്കത്തില്ല, ഇദ്ദേഹത്തിന് തോന്നിയ ഒരു ഐഡിയ ആയിരിക്കും ഈ സ്ക്രാച്ച് എന്നുള്ള വാക്ക്. ഈ സ്ക്രാച്ച് എന്നുള്ള വാക്കിനെ നമ്മളൊരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ എന്നുള്ള രീതിയിൽ എടുത്താൽ പോലും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ സ്ക്രാച്ചിന് എനിക്ക് കൊടുക്കാൻ തോന്നിയ ഒരു നിർവചനം അങ്ങനെയാണ്, ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ ആണെങ്കിൽ പോലും ഒരു പ്ലാസ്റ്റർ ആവശ്യമാണ്. ഇദ്ദേഹത്തിന് റീൽ ചെയ്തേക്കുന്ന വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കണ്ടാലറിയാം, അദ്ദേഹം കയ്യിലൊരു ബാൻഡേജ് മാത്രം ചുറ്റിയിട്ടാണ് പറഞ്ഞത്. 3 ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു ഡോക്ടർ 3 ടാബ്ലറ്റ് എഴുതി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ഈ എക്സ്റേ വേറെ ഒരു ഡോക്ടറെ കാണിച്ചു, പുള്ളി ഞെട്ടിയെന്നാണ് പറയുന്നത്. ഞെട്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളി ഞെട്ടി എന്നുള്ള കാര്യം ഉറപ്പാണെന്നാണ് പുള്ളി പറഞ്ഞത്. ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിൻ്റെ വീഡിയോ എഡിറ്റർ ആരാന്ന് എനിക്കറിയില്ല. അയാളോട് പറയാനുള്ളത്, ഡോക്ടർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊരു റോസ്റ്റിംഗ് മൂഡിലേക്ക് നിങ്ങളിത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാനിവിടെ പറയുകയാണ്. കാരണം ഒരു രോഗിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് എന്താണ് സംഭവം അല്ലെങ്കിൽ എന്താണ് രോഗസ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്നോസ് ചെയ്ത എക്സാക്റ്റ് ഇഞ്ചുറി എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിയാണ്, RJ Andu ഈസ് എ കോണ്ടൻറ് ക്രിയേറ്റർ. അയാൾ കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കൈൻഡ് ഓഫ് എന്താ പറയുക റോസ്റ്റിംഗ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഡോക്ടർ സംസാരിച്ച് ഇത് പറയുമ്പോൾ നിങ്ങളെന്തോ അപ്പുറത്തെ സൈഡിലുള്ള ആളെ എഡ്യൂക്കേറ്റ് ചെയ്യാനല്ലേ നിങ്ങൾ വീഡിയോ ഇടേണ്ടത്. നിങ്ങളുടെ ഡോക്ടർ വന്ന് സംസാരിക്കുന്ന അപ്പുറത്തുള്ള ഓപ്പോസിറ്റുള്ള ആളെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ്, റോസ്റ്റ് ചെയ്യാനല്ലല്ലോ. അങ്ങനത്തെ എലമെൻറ്റ് വെച്ചതിനോട് എനിക്കെന്തോ ഒരു ഇതെന്തിനെന്നുള്ളൊരു ഫീല് തോന്നി. പക്ഷേ ഇവിടെ ഡോക്ടർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. RJ Anduവിന് സംഭവിച്ചിട്ടുള്ള ഫ്രാക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഫ്രാക്ചറിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നോ അതിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ്, അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് നോക്കുമ്പോൾ ഇതേപോലൊരു സർജറിയാണ് ബെറ്റർ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റി. ഞാനും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്കറിയാവുന്ന ഗവൺമെൻറ്റിലും പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഓർത്തോ സ്പെഷ്യലിസ്റ്റുകൾക്ക് ഞാനിത് അയച്ചു കൊടുത്തപ്പോൾ ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ വളരെ പിൻ പോയിൻ്റാണ്. കാരണം പഴയ പോലെയല്ല സായി, ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് രീതികൾക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് റിക്കവറി ടൈം വളരെ കുറവ് മതി, അല്ലെങ്കിൽ അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അഡ്വാൻസ്ഡ് മെഡിക്കൽ സപ്പോർട്ട്സ് ഒരുപാടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സാണ് പ്രിഫറബിളി ഗുഡ് എന്ന് പറയുന്നത്. പിന്നെ RJ Anduവിന് പറ്റിയൊരു ഇഞ്ചുറിയുടെ ഡെപ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചുറി അവർക്ക് സർജറി വഴി ക്ലിയർ ആയാൽ അത് കുറച്ചും കൂടി ബെറ്ററാണ്. ഇപ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യോ കാലോ അല്ലെങ്കിൽ ദേഹത്തെ ഏതെങ്കിലും ഒരു ഭാഗം ഇഞ്ചേർഡായി എന്ന് വിചാരിച്ചോ, നോർമലായിട്ട് പിന്നെ അത് നമുക്ക് കിട്ടില്ല. എങ്ങനെയാണോ നമുക്ക് ബൈ ബർത്ത് അത് എങ്ങനെയാണോ നമ്മളുടെ ദേഹത്തുണ്ടായിരുന്നത് ആ ഒരു 100% എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതൊക്കെ വെറും സംസാരം മാത്രമാണ്. ഒരു 2%, 3%, 5% അത് പഴയ രീതിയിലല്ലാതെ എന്നാലും അത് ആയിട്ട് നമുക്ക് ഇഞ്ചുറി എന്താവും, ബെറ്ററാവും. മനസ്സിലായോ? ഏജും കൂടി ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് കുറച്ചും കൂടി എന്താ പറയുക, അതിൻ്റെ റിക്കവറി ടൈമും റിക്കവറായി വന്നിട്ടുള്ള പിന്നെ അതിൻ്റെ ഒരു പെർഫോമൻസൊക്കെ കുറേ അധികം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെയാണോ ഒരാളത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഈ 100ൽ 100 എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ഡോക്ടർ ഉപയോഗിച്ച ഈ സ്ക്രാച്ച് RJ Andu ഉപയോഗിച്ച ആ ഒരു ടേം ഒരു മെഡിക്കൽ ഫീൽഡിൽ ആരും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഡോക്ടറെ. കാരണം ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഞാനൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തൊടിയിൽ ഓടിയിട്ടും സൈക്കിളിൽ വീണ്ടൊക്കെ ആയിട്ട് പണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഓർത്തോ ഡോക്ടർമാർ തന്നെ അതൊരു ഹെയർലൈൻ ഫ്രാക്ചറാണ് ഇല്ലെങ്കിൽ അത് സ്ക്രാച്ചാണ് ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മനസ്സിലായപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഈ ഡോക്ടർമാരെ വായിന്ന് വീഴുന്ന മെഡിക്കൽ ടേംസ് അല്ലേ നമുക്കറിയൂ. അതിൽ കൂടുതൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ടും നമ്മൾ ഡോക്ടർമാരല്ലാത്തത് കൊണ്ടും നമുക്ക് ഈ മെഡിക്കൽ ടേംസിനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ RJ Andu അതുകൊണ്ടായിരിക്കും സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക.
ആ സ്ക്രാച്ച് പറഞ്ഞത് വെച്ചിട്ട് അയാളെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ബേസിക്കലി ഡോക്ടർ ആർ ജെ അന്തുവിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബെറ്റർ തിങ്. ആർ ജെ അന്തുവിലൂടെ ബാക്കിയുള്ളവരും അത് എഡ്യൂക്കേറ്റ് ആവട്ടെ. അപ്പം എന്താണെങ്കിലും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഓക്കെ, അദ്ദേഹത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും പെട്ടെന്ന് റിക്കവറി അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അദ്ദേഹത്തിന് വളരെ എന്താ പറയുക ആ ഒരു പ്രായത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സർജറി ആണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്നോടും പല ഡോക്ടേഴ്സും പറഞ്ഞതായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ റീല് കണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റീല് കണ്ട് ഞെട്ടി പ്രതികരിച്ച ജനങ്ങളോടും അദ്ദേഹത്തിന്റെ എക്സ്റേ കണ്ട് ഞെട്ടിയ ഡോക്ടർമാരോടും പിന്നെ പൊതുവായിട്ടുള്ളൊരു വിവരത്തിനും വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലോട്ട് പൊട്ടലിൻ്റെ വര, അല്ലെങ്കിൽ പൊട്ടൽ നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലോട്ട് നീങ്ങി അത് ജോയിൻറ്റിനുള്ളിലൂടെയാണ് ആ പൊട്ടലിൻ്റെ വര കടന്നു പോകുന്നതെങ്കിലാണ് അതിനെ നമ്മൾ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ എക്സ്റേയിലും CT-യിലുമുള്ള ഫൈൻഡിങ് എന്തുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ എന്ന് പറയും. അതായത് പൊട്ടൽ ജോയിൻറ്റിനകത്തോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ പൊട്ടലിൻ്റെ വര ജോയിൻറ്റിനുള്ളിലേക്കാണ് പോകുന്നത്. ആ പൊട്ടിയ ഒരു ഭാഗം നമുക്ക് കൈക്കൊടിയിൽ 2 ജോയിൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ റേഡിയോ കാർപ്പൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. റേഡിയസും നമ്മുടെ കയ്യിലെ ചെറിയ അസ്ഥികളും കൂടെയുള്ള ജോയിൻ്റ്, രണ്ടാമത്തേത് റേഡിയസും അൾനയും തമ്മിലുള്ള ജോയിൻ്റ്. ഈ 2 ജോയിൻറ്റിലും ഇൻവോൾവ് ആണ്. ഒരു പീസ് അതിൽ നിന്ന് നടന്നു മാറിയാണ് ഇരിക്കുന്നത്. അപ്പം ലോകത്തെല്ലായിടത്തും ഇതിനൊരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, റിജിഡ് ഇന്റേണൽ ഫിക്സേഷൻ, അനാറ്റമിക്കൽ റിഡക്ഷൻ ആൻഡ് റിജിഡ് ഇന്റേണൽ ഫിക്സേഷൻ. അതാണ് ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ജോയിൻറ്റിനകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഫ്രാക്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇതല്ലാതെ ഇതിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഇത് കണ്ട അദ്ദേഹം ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ഞെട്ടിയെന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഞെട്ടിയത് എന്ന് എനിക്ക് ഇതിനകത്തൊന്നും ഒട്ടും മനസ്സിലാകുന്നില്ല. കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ജൂനിയർ കൊളീഗ് പറഞ്ഞ റിജിഡ് ഇന്റേണൽ ഫിക്സേഷൻ ആഫ്റ്റർ അച്ചീവിങ് ആൻ അനാറ്റമിക്കൽ റിഡക്ഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു ബാൻഡേജ് ചുറ്റിക്കോ. 3 ആഴ്ച, കൃത്യം 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഷിഹാസിൻ്റെ കൈ പഴയതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഷിഹാസിൻ്റെ എക്സ്പീരിയൻസ് വന്നാണ് ഷെയർ ചെയ്യുന്നത്. ഷിഹാസ് പോയ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞതല്ല, ഷിഹാസ് 2nd, 3rd ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ആർക്കാണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഇപ്പോൾ നമ്മളെ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിന് മുട്ടിൻ്റെ മുകളിലൊരു ഇഞ്ചുറി പറ്റി. ഈ വ്യക്തിയെ ഞാൻ മലപ്പുറത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ആദ്യം ഒരു ഓർത്തോനെ കാണിക്കുന്നു. ആ ഓർത്തോ ഇദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യുന്നു. കുറേ മരുന്നുകളും കുറേ അധികം ഫിസിയോതെറാപ്പിയൊക്കെ പറയുന്നു. ഒട്ടും കണ്ടീഷനിന് ഒരു മാറ്റവും ഇല്ല. വേറൊരു ഡോക്ടറെ കൊണ്ടുപോയി നമ്മൾ പിന്നെ ഒരു വട്ടം കാണാൻ, അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അയാളുടെ കോഴ്സ് മൊത്തം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേറെ ആളെ കാണിക്കുന്നത്. ബൈക്കിൽ നിന്ന് വീണതും ഒക്കെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഈ വ്യക്തിക്ക് ഉണ്ട്. ഇഞ്ചുറി പറ്റാവുന്ന രീതിയിലുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായൊരു വ്യക്തിയാണ്. പക്ഷേ ഒരു പനിയെ തുടർന്നിട്ടാണ് ഇയാൾക്ക് ഈ മുട്ടുവേദന വന്നിട്ടുള്ളത്. അങ്ങനെ 1 മാസം 1.5 മാസം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു. 1.5 എടുത്തിട്ടില്ല, 1 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളൂ. അത് ശരിയായില്ല. അടുത്തൊരു ഡോക്ടറെ കാണിക്കാൻ പോയി. ആ ഹോസ്പിറ്റലിന് ഒറ്റയടിക്ക് സർജറി പറഞ്ഞു. ഓക്കെ, എക്സ്റേയും CTയും സാധനം ഒക്കെ എടുത്തതിന് ശേഷം അവർ പറഞ്ഞു ഒറ്റയടിക്ക് ഒന്നുമില്ല, സർജറി അല്ലാതെ വേറെ വഴിയില്ല. എഗെയിൻ നമ്മൾ വേറൊരു ഒപ്പീനിയൻ എടുക്കാൻ പെരിന്തൽമണ്ണുള്ള വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവർ നമ്മളോട് കൃത്യമായി പറഞ്ഞാൽ എന്താ അറിയാം, പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ വേണമെങ്കിൽ പറയാം, അൽഷിഫ ഹോസ്പിറ്റൽ. അൽഷിഫ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ സർജറി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം, സർജറി വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ വ്യക്തിക്കൊരു 30 വയസ്സ് മുകളിൽ, ജസ്റ്റ് 30-31 പ്രായമായിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് എക്സസൈസും ഫിസിയോതെറാപ്പിയും ഒന്നുകൂടി ട്രൈ ചെയ്ത് മരുന്നുകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ബോഡി എന്നുള്ളത് നോക്കി 100% ഇതിലൂടെ പെട്ടെന്ന് ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. ഹെവി ആയിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യാത്തൊരു വ്യക്തിയാണ്, അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളും കിട്ടുന്ന ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ടൈം ആൻഡ് പേഷ്യൻസ് ടു സ്പെൻഡ് ഓൺ, നിങ്ങളൊരു കാര്യം ചെയ്യും, 1-2 മാസം ഞങ്ങൾ പറയുന്ന രീതിയിലുള്ളൊരു ലൈഫ് ഹാബിറ്റ്സും അതിൻ്റെ മരുന്നും മെഡിക്കേഷനും ഫിസിയോതെറാപ്പിയായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. മാക്സിമം നമുക്ക് എന്ത് ചെയ്യണ്ട, സർജറി ഇല്ലാത്തൊരു റിക്കവറി നമുക്ക് നോക്കാം. നടന്നില്ലെങ്കിൽ മാത്രം നമുക്ക് സർജറിക്ക് പോവാം. ഇതാണ് അൽഷിഫ എന്ന് പറയുന്നത്. മലപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ ഒറ്റയടിക്ക് കണ്ട ഉടനെ സർജറി എന്നും പറഞ്ഞു. 2 പേരും ബേസിക്കലി പറയുന്നത് സർജറി വേണം എന്ന് തന്നെയായിരുന്നു ഫ്രണ്ടിനോട്.
പക്ഷേ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ഡോക്ടർ സംസാരിച്ചപ്പോൾ അതൊന്നും കൂടി കൺവിൻസിങ് ആണ് രോഗിക്ക്, ബൈസ്റ്റാൻഡർക്ക്. മനസ്സിലായോ? കാര്യം, കാരണം, എന്തുകൊണ്ട്, എങ്ങനെ, ഇത് ചെയ്താൽ എന്താവും, അങ്ങനെ ചെയ്താൽ എന്താവും, കൃത്യമായി ഡിഫറൻഷ്യേറ്റ് ചെയ്തെല്ലാം പറഞ്ഞു തരാൻ പറ്റി, ഒരു കോൺഫിഡൻസ് രോഗിക്ക് കൊടുക്കാൻ പറ്റി. നേരെ മറിച്ച് മലപ്പുറത്തെ ഹോസ്പിറ്റലിൽ ഒറ്റയടിക്ക് ഇല്ല, അത് നേരെ സർജറി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സാധാരണക്കാരൻ വിചാരിക്കുന്നതാ, ഇതെന്തോ ഇത്, ഇതിൻ്റെ കാല് കയറി മുറിക്കുക, ഇവരിതിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം സർജറി പറയാൻ വേണ്ടി ഇത് ബിസിനസ്സാക്കി വെച്ചതാണോ, ഇത് ചിന്തിക്കും. ഇതാണ് വ്യത്യാസം. ഇതിൽ മാറ്റം വരണം. ഇതിൽ മാറ്റം വന്നാലേ രോഗികൾക്ക് ട്രസ്റ്റ് വരും എന്നാണ് എൻ്റെ ഒരു ഗോള്. ഓക്കെ, ഇനി ഈ ഡോക്ടർ തന്നെ RJ എന്തിനു വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ലോകത്തെങ്ങുമില്ല. ഈ ഒരു ചെറിയ ക്രാക്ക്, അദ്ദേഹം പറയുന്ന സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ക്രാക്ക് ആണെങ്കിൽ പോലും പ്ലാസ്റ്റർ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ ബാൻഡേജ് എന്ന് പറയുന്ന ഒരു സാധനം ചുറ്റി ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. പിന്നെ ഈ കേട്ടോണ്ട് ഷിഹാസ് ഇത് കേൾക്കുകയാണെങ്കിൽ ഷിഹാസിനും പിന്നെ ബാക്കിയുള്ള പൊതുജനങ്ങളുടെയും ഒരു അറിവിലേക്ക് വേണ്ടി പറയണം. ഇത്തരം ഇൻട്രാർട്ടിക്കുലർ ഫ്രാക്ചേഴ്സിനെ നിങ്ങൾ ഇതേപോലെ ലോകത്തെങ്ങും ഇല്ലാത്തുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് പോയാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു സ്റ്റേബിൾ ഫ്രാക്ചർ അല്ല. ആ പീസ് ഒരിക്കലും അവിടെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനോ ശരിയല്ല. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ആ പൊസിഷൻ അത് മാറി അത് ആ ജോയിൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ലൂണേറ്റ് എന്ന് പറയുന്ന ബോണും പകുതി പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ആ പൊസിഷൻ അക്സെപ്റ്റബിൾ അല്ല. ഇനിയിപ്പോൾ അഥവാ നമ്മൾ കൈകൊണ്ടോ വല്ലതും വലിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ട് നമ്മളതിനെ പിടിച്ചിടുകയാണെങ്കിൽ പോലും അതവിടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഇളകി പോരാതിരിക്കാനായിട്ട് അതിനെ ഒരു ടൈറ്റാനിയം പ്ലേറ്റ് വെച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഫിക്സ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് അത് ഊരിപ്പോരത്തില്ല, 100% ഉറപ്പുണ്ട്. അതിനെ 100% അതിൻ്റെ അനാറ്റമിക്കൽ പൊസിഷൻ, അത് എങ്ങനെയാണോ ഇരുന്നിട്ട് ആ പൊസിഷനിലോട്ട് തിരിച്ചു വെച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇനിയുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് പ്ലാസ്റ്ററിൻ്റെ ആവശ്യമില്ല. പ്ലാസ്റ്റർ നീര് കുറയുന്നിടം വരെയോ അല്ലെന്നുണ്ടെങ്കിൽ വേദന മാറുന്നിടം വരെയോ പ്ലാസ്റ്ററിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കൈ അനക്കാം. കൈ അനക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഗുണം? നിങ്ങൾക്ക് മസിൽ ലോസ് വരികയില്ല, നിങ്ങൾക്ക് സ്റ്റിഫ്നെസ് വരത്തില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിക്ക് പോകാം. അതുകൊണ്ടാണ് ഇത്തരം ഫ്രാക്ചേഴ്സിന് സർജിക്കൽ കറക്ഷനാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഡോക്ടർ എൻ്റെ ജൂനിയർ കൊളീഗ് നിങ്ങളെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ റീലിട്ട മിസ്റ്റർ ഷിഹാസിനെ ഞാൻ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. നിങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് ഒരു സ്ക്രാച്ച്. അപ്പം ആ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ക്രാച്ച് എന്ന് പറയുന്നത് ഒരു അൺഡിസ്പ്ലേസ്ഡ് ഒരു കോർട്ടിക്കൽ ക്രാക്ക് അഥവാ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ ആണെന്നാണ്. അപ്പോൾ ആ ഒരു അൺഡിസ്പ്ലേസ്ഡ് കോർട്ടിക്കൽ ക്രാക്ക് അല്ലെങ്കിൽ ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ മാത്രമേ ഉള്ളായിരുന്നു ഇതിൽ. അല്ല, ഇതിൽ ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണം. രണ്ടാമത്തെ നിങ്ങളുടെ അലിഗേഷൻ, ഇത്തരം കണ്ടീഷനുകളിൽ CT സ്കാൻ ഒരു അനാവശ്യ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. 3, ഇത്തരം ഫ്രാക്ചറുകളിൽ സർജറിയാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഞാൻ പറയുന്നു. ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ എ 30-year-old man with a displaced intra-articular fracture, the best treatment is anatomical reduction and rigid internal fixation to facilitate early movement to avoid stiffness ആണെന്ന് ഞാൻ പറയുന്നു. ഇതല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഒരെണ്ണം പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞാൻ സമ്മാനമായിട്ട് തന്നിരിക്കും. ഇതിൽ എന്തിനാണ് വെല്ലുവിളി? 10 ലക്ഷത്തിൻ്റെ ചലഞ്ച് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഒരു ഡോക്ടറും ഒരു ഹോസ്പിറ്റലൊക്കെ ആവുന്ന സമയത്ത് കൃത്യമായിട്ട് അവരുടെ അടുത്ത് വന്ന രോഗിക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കണമല്ലോ അവർ പോയിട്ട് വീഡിയോ ഇട്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ തീർത്ത് വിട്ടാൽ മതി. ഇവർ പറയുന്നതിൽ ക്ലാരിറ്റി ഉണ്ട്. രോഗനിർണയം, രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ബാക്കി എങ്ങനെയാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോവുക എന്നുള്ള ഒരു ഒറ്റ ചുമതല മാത്രം വെച്ചാൽ മതിയായിരുന്നു. എന്തോ മാസവാനായിരിക്കാം 10 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പോയി മൂപ്പര്. അപ്പോൾ ഡോക്ടറിൻ്റെ ആ ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻ സൈഡ് വ്യക്തമായിട്ട് ചെയ്തു. കുറച്ച് സൈഡൊക്കെ സുരേഷ് ഗോപി ആവാൻ നോക്കിയത് അതും ചെയ്തു വെച്ചിട്ടുണ്ട്. എഡിറ്റർ പണി എടുത്ത് വെച്ചു. അങ്ങനെ ആ വീഡിയോ അവിടെ തീർന്നു. RJ അന്തു ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം, ഈ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഡോക്ടേഴ്സ് ചെയ്ത വീഡിയോ ഒക്കെ കാരണം ഈ ചങ്ങാതി ഏറെ പോയിട്ടുണ്ടായിരുന്നു. RJ അന്തു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നു.
ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കുണ്ടായ വളരെ മോശം അനുഭവം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സത്യസന്ധമായി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് KMC ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി വീഡിയോയും എന്നോടുള്ള അവരുടെ വെല്ലുവിളിയും കേട്ടു. എല്ലാ വെല്ലുവിളികൾക്കുമുള്ള ഉത്തരവും KM ചെറിയാൻ ആശുപത്രിയോടുള്ള എന്റെ ചില ചോദ്യങ്ങളും കുറച്ച് പാവങ്ങളുടെ വേദനയുമാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും മുഴുവനായി ഈ വീഡിയോ കാണണം. വീഡിയോ കാണുന്നതിന് മുന്നേ ആർജവന്തു കയ്യിൽ പ്ലാസ്റ്റർ വന്നല്ലോ, സ്ലിങ്ങും മാറിയല്ലോ. ബട്ട് വൈ ഈ ക്രീക്ക് ബാൻഡേജ് മാത്രം മതി എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു സ്ലിങ് ഇട്ട് വിട്ട ഡോക്ടർ ഫസ്റ്റ് ഒപ്പീനിയൻ സെക്കൻഡ് ഒപ്പീനിയൻ കൈ വളർത്തുക. അപ്പം എന്താ അവിടെ ഒരു ക്യാവാ അവിടെ തന്നെ ഏകദേശം ആദ്യത്തെ വാദം പൊളിഞ്ഞു ആർജവന്തുവിൻ്റെ. ബാക്കിയാണ് ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്ത സർജറിക്ക് 2 ലക്ഷം രൂപ ചിലവാകുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഈ സർജറിയുടെ ചിലവിനെ കുറിച്ചോ 2 ലക്ഷം രൂപ എന്ന വലിയ തുകയെക്കുറിച്ചോ നിങ്ങളുടെ വീഡിയോയിൽ ഒരു വാക്ക് പോലും പറയാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് തന്നെ അഡ്മിറ്റായി നാളെ രാവിലെ സർജറി ചെയ്യാമെന്നും ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷനേ ഇല്ല എന്നുമാണ് എന്നെ ചികിത്സിച്ച KMC ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇത്ര വേഗം ഓപ്പറേഷൻ തിയേറ്റർ ടേബിളിൽ എത്തിക്കാൻ മാത്രം എന്ത് എമർജൻസി കണ്ടീഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്? നിങ്ങൾ എന്തിനാണ് അത്രയ്ക്ക് ധൃതി കാണിച്ചത്? ഡോക്ടർ എന്നോട് സംസാരിച്ച ആദ്യ വാചകം തന്നെ സർജറി വേണമെന്നാണ്. എന്റെ ആരോഗ്യസ്ഥിതിയോ ഒരു ആശ്വാസ വാക്കോ പറയാതെ എത്രയും വേഗം ഡ്യൂട്ടി മാനേജരോട് സർജറി കോസ്റ്റ് ചോദിച്ചു വരൂ എന്ന് തിടുക്കം കാട്ടിയത് എന്തിനാണ്? നിങ്ങളുടെ മുന്നിലെത്തിയ ഒരു പേഷ്യന്റിനോട് ഒരു ഡോക്ടറെ കാണിക്കേണ്ട മനസാക്ഷിയുടെ ഒരു അംശം കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ 13 മിനിറ്റ് എടുത്ത് എന്റെ രോഗാവസ്ഥയും ഈ സർജറിയുടെ ഇമ്പോർട്ടൻസും വിശദമാക്കാൻ കാണിച്ച വലിയ മനസ്സ് നേരത്തെ കാണിക്കാതിരുന്നതും ഒരു രോഗിയോട് ഡോക്ടർ ചെയ്യേണ്ട കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താതിരുന്നതും എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സർജറിക്ക് ശേഷം പ്ലാസ്റ്റർ ഇടേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. എന്നാൽ എന്നോട് ഡോക്ടർ പറഞ്ഞത് സർജറിക്ക് ശേഷവും 6 ആഴ്ച ഉറപ്പായും പ്ലാസ്റ്റർ ഇടണമെന്നാണ്. പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഡ്യൂട്ടി മാനേജരോട് ഓപ്പറേഷന്റെ ചിലവിനെ കുറിച്ച് സംസാരിക്കാൻ പോയത് ഞാനല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ ആണ്. ഇത്തരം തെറ്റുകൾ വീഡിയോയിൽ വരാൻ ഒരു കാരണമുണ്ട്. എന്നെ ചികിത്സിച്ച ഡോക്ടർ അല്ല ഈ വീഡിയോയിൽ മറുപടി പറയുന്നത്. വീഡിയോയിൽ സംസാരിക്കുന്ന കൃഷ്ണകുമാർ മഹാദേവൻ സാർ എന്നെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. അദ്ദേഹം ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രം വെച്ചാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. KM ചെറിയാൻ ഹോസ്പിറ്റലിന്റെ മുക്കിനും മൂലയ്ക്കും ഓഡിയോ റെക്കോർഡിംഗുള്ള CCTV ക്യാമറകൾ ഉറപ്പായിട്ടും ഉണ്ടാകും. എന്നെ ചികിത്സിച്ച ഭാഗത്തെയും ഡോക്ടറും ഡ്യൂട്ടി മാനേജറും ഞങ്ങളോട് സംസാരിച്ച സ്ഥലത്തെയും വീഡിയോ, ഓഡിയോ, CCTV റെക്കോർഡുകൾ നിങ്ങൾ പുറത്തുവിടണം. നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് മുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കള്ളമാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇതിലിപ്പോൾ ആർജവന്തു കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഈ പ്ലാസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞത് ആ ഡോക്ടർ സംസാരിച്ച സമയത്ത് തന്നെ പ്ലാസ്റ്ററിൻ്റെ ആവശ്യം വരാം, നീര് കുറയുന്നത് വരെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാസ്റ്ററേ വേണ്ട പറഞ്ഞിട്ടില്ല. ഫോർ എ സർട്ടൻ പീരിയഡ് ഓഫ് ടൈം പ്ലാസ്റ്റർ വേണം, അത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ആർജവന്തു ഒന്നും ഇങ്ങോട്ട് ചവിട്ടിപ്പിടിച്ച് വലിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം സൈഡ് ശരിയാണെന്നുള്ളത് കാണിക്കാൻ അവരൊരു വെപ്രാളം കാണിക്കുന്ന പോലത്തെ ഒരു ഐറ്റം എനിക്ക് തോന്നി. ലാസ്റ്റ് പറഞ്ഞ കാര്യം, അതായത് ഒരു രോഗിയെ എന്തുകൊണ്ട് സർജറി ചെയ്യാൻ ഞങ്ങൾ പറയുന്നു എന്നുള്ള കാര്യം കൺവിൻസ് ചെയ്യാൻ പാകത്തിനുള്ള ടൈമോ സ്പേസോ എടുത്ത് കൺവിൻസ് ചെയ്യേണ്ട രീതിയിൽ ഇപ്പോൾ ഈ 10-13 മിനിറ്റ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളോട് ഇത് കൺവേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ദാറ്റ്സ് എ റെലവൻറ്റ് ക്വസ്റ്റ്യൻ. അത് വേണമെങ്കിൽ ആർജവന്തുവിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രൂഫുകൾ ചോദിച്ചത് ഓക്കെയാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിനകത്ത് CCTV വിത്ത് റെക്കോർഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ ആർജവന്തുവിനോട് സംസാരിച്ചതും കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഈ പറഞ്ഞ സർജറീൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് സംസാരിച്ച സമയത്തുമൊക്കെ ഉള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അവർക്ക് പോസ്റ്റ് ചെയ്യാം. അവരുടെ ലൈവ് വീഡിയോസിൻ്റെ ഫുട്ടേജ് എടുത്തിട്ട് അവർക്ക് വിത്ത് വോയിസ് ആണെങ്കിൽ പോസ്റ്റ് ചെയ്ത് കളയാം. അതാണ് ഏറ്റവും ബെറ്റർ. ഹോസ്പിറ്റലിനോട് ആർജവന്തുവിന് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് അതാണ്. കാരണം ആർജവന്തുവിന് രോഗം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എക്സാക്റ്റ് ഐഡിയയും ആ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതാണ്, അത് ഇന്ന റീസൺ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ എന്തോ ഹോസ്പിറ്റലുകാർ എന്തോ ഇങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഇങ്ങനെ പുഷ് ചെയ്യുന്നത് എന്നുള്ള തോട്ടിലാണ് നിങ്ങൾ അവിടെ നിന്ന് ഇടാതെ പോയെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. എന്നിട്ടാണ് നിങ്ങളൊരു സെക്കൻഡ് തേർഡ് ഒപ്പീനിയൻ എടുത്തത്. സെക്കൻഡ് തേർഡ് ഒപ്പീനിയൻ എടുക്കാൻ പോയ സ്ഥലത്ത് നിങ്ങളിത് പറഞ്ഞു കാണും. അവിടെ ചെന്നപ്പോൾ ഒറ്റയടിക്ക് എന്നോട് ഓപ്പറേഷൻ പറഞ്ഞു കാണും. അത് പറഞ്ഞ് കേൾക്കുന്ന ഒരു ഓപ്പോസിറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, 1-2 ആഴ്ച നോക്കാം, നോക്കിയിട്ട് അതിനുശേഷം ഇടാമെന്നുള്ളൊരു വാക്കായിരിക്കണം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു രോഗിയുടെ അടുത്ത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഈ രോഗം എന്തിന് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു ഫെയിലിയർ ഇവിടെ ഡെഫിനറ്റ്ലി സംഭവിച്ചിട്ടുണ്ട്.
അതിൻ്റെ മുകളിൽ തന്നെയാണ് ഈ പറഞ്ഞ RJ അന്തും ഈ ഹോസ്പിറ്റൽ KMC ഹോസ്പിറ്റലും തമ്മിലുള്ള ഇഷ്യൂ ഇത്രയും എസ്കലേറ്റ് ആയിട്ട് പോയതും. ഓക്കെ, ഇനി RJ അന്തുവിൻ്റെ വീഡിയോയിൽ കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ഇനി എനിക്ക് വന്ന കുറേയേറെ മെസ്സേജുകളിൽ കുറച്ചെണ്ണം ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൽ നിങ്ങളുടെ സ്വന്തം സ്റ്റാഫിന്റെ മെസ്സേജ് ഉണ്ട്, നിങ്ങളുടെ നാട്ടുകാരുടെ മെസ്സേജ് ഉണ്ട്, നിങ്ങളെ വിശ്വസിച്ച് KM ചെറിയാൻ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയ കുറേ പാവങ്ങളുടെ മെസ്സേജ് ഉണ്ട്. ഇനി ഞാൻ ആദ്യം ഇട്ട വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ ദുരിതം അനുഭവിക്കുന്ന 100 കണക്കിന് പേരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെയും കാണാം. എനിക്ക് മറുപടി പറയാൻ കാണിച്ച ഈ ആർജവത്തിന്റെ 100ൽ ഒരു അംശം വെച്ച് അടുത്ത വീഡിയോയിൽ ഈ പാവങ്ങൾക്ക് കൂടി നിങ്ങൾ മറുപടി കൊടുക്കണം. അവരുടെ വേദന നിങ്ങൾ കേൾക്കണം. ആത്മാർത്ഥമായി നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരുടെ പേര് വിവരങ്ങൾ തരാൻ ഞാൻ തയ്യാറാണ്. ഇനി എന്നോട് നിങ്ങൾ ചോദിച്ച 3 വെല്ലുവിളി ചോദ്യങ്ങൾക്കുള്ള എന്റെ മറുപടി ഇതാണ്. CT സ്കാനും എക്സ്റേയും വെച്ച് മറുപടി പറയാൻ ഞാനൊരു ഡോക്ടറോ ആരോഗ്യ വിദഗ്ധനോ അല്ല, ഒരു സാധാരണക്കാരനാണ്. ആ സേവനം തേടാനാണ് ഞങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഇതൊന്നും ചികിത്സ തേടിയ സമയത്ത് എന്നെ ബോധ്യപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഡോക്ടർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായത്, പ്രതികരിക്കേണ്ടി വന്നത്. KMC ഹോസ്പിറ്റലിനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷേ കേരളത്തിലെ കുറേയേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പാവങ്ങളോട് ലക്ഷങ്ങൾ പിഴിഞ്ഞുള്ള ചികിത്സാ കൊള്ള നടക്കുന്നുണ്ട്, അത് സത്യമാണ്. രോഗികളെ കച്ചവട കണ്ണോടെ കാണുന്ന ആശുപത്രികളും ഡോക്ടർമാരും നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ ആദ്യ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ ആർക്കും അത് ബോധ്യപ്പെടും. റീച്ചിനും ലൈക്കിനും വേണ്ടി വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരാളല്ല ഞാനെന്ന് എന്റെ പ്രൊഫൈൽ ആദ്യ അവസാനം ഓടിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാവും. ഒരു ഡോക്ടർക്കും രോഗിക്കും ഇടയിൽ നടക്കേണ്ട ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ പോലും നടക്കാതെ പണത്തിന്റെ കണക്ക് പറഞ്ഞുള്ള ലേലം വിളിയാണ് KMC ഹോസ്പിറ്റലിൽ നടന്നതെന്ന് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കണം. ഒരു വാക്ക് പോലും ഞാൻ നുണ പറഞ്ഞിട്ടില്ല. എന്റെ പരിക്കിന്റെ സ്വഭാവവും തേടേണ്ട ചികിത്സയും ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മനുഷ്യർക്കിടയിലെ ദൈവങ്ങളെ പോലെ ഞങ്ങൾ എന്നും എപ്പോഴും കാണുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ബഹുഭൂരിപക്ഷം ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഓർത്തോപീഡിക്സ് കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ചും പൊതുജനങ്ങൾക്കും എന്റെ ഒരു വാക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. KMC ഹോസ്പിറ്റലിൽ എന്നെ ചികിത്സിച്ച ഡോക്ടറും ഇത്തരത്തിൽ തെറ്റു മനസ്സിലാക്കും, തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. KM ചെറിയാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മുതിർന്ന 2 ഡോക്ടർമാരോട് ഒപ്പീനിയൻ എടുത്തിട്ടാണ് ഞാൻ ബാൻഡേജ് കയ്യിൽ ധരിച്ചിരുന്നത്. അവർ ഓപ്പറേഷൻ വേണ്ട എന്ന് എന്നോട് പറഞ്ഞു, അതും സത്യമാണ്. പക്ഷേ എന്റെ വീഡിയോ കണ്ടതിന് ശേഷം സർജറി അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടുക എന്നൊരു ഓപ്ഷൻ എടുക്കണമെന്ന് നല്ലവരായ സ്നേഹമുള്ള കുറേയേറെ ഡോക്ടർ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ എന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. ഗവൺമെന്റ് ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ചികിത്സാ കൊള്ളയെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം. ഗവൺമെന്റ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ കൊള്ളക്കാരെയും കൂട്ടണം. അപ്പോൾ RJ അന്തുവിന് ഇപ്പോൾ KMC ഹോസ്പിറ്റലിൽ നിന്ന് ആകെ ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ RJ അന്തു ആദ്യം വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും സംഗതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ KMC ഹോസ്പിറ്റലിൽ RJ അന്തുവിനെതിരെ ഡിഫമേഷൻ കേസുമുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പിന്നെ RJ അന്തുവിന് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റണം. RJ അന്തുവിന് കൃത്യമായ ഡീറ്റെയിലിംഗ് കിട്ടിയില്ല. അത് RJ അന്തുവിന് വേണമെങ്കിൽ അവർക്കെതിരെ കേസ് പോകാം. ഞാനൊരു രോഗിയാണ്, ഞാനൊരു പേഷ്യൻ്റായിട്ട് അവിടെ ചെന്ന സമയത്ത് എന്നെ മിസ്ലീഡ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ അവരെന്നെ ഒരു സർജറി എന്ന് പറഞ്ഞതിലേക്ക് തള്ളിവിടുകയായിരുന്നു. ഇത്ര ലക്ഷം രൂപ ചോദിച്ചു. പിന്നെ ഈ ലക്ഷത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ അത്രയും ലക്ഷം രൂപ ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ അന്തു? അതിൽ കുറഞ്ഞൊന്നും അവർ ചോദിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഫെസിലിറ്റീസ്, അവർക്ക് അവരുടേതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അവരവരുടെ ചാർജസ് ഒരു ഹൈ ആയിട്ട് വയ്ക്കും. അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണമെന്നില്ലല്ലോ. അഫോർഡബിൾ ആവുന്നവൻ അവിടെ പോവും, അല്ലാത്തവൻ വേറെ സർക്കാർ ഹോസ്പിറ്റലിൽ പോവും. ഇത്രയും മാറ്റേ ഉള്ളൂ. പിന്നെ കൊള്ള നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കൊള്ള നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയം വെച്ച് മാത്രം അന്വേഷിക്കാൻ സർക്കാർ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. സർക്കാർ എപ്പോഴും ഇത് ഇറങ്ങി അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനായിട്ട് തന്നെ ഇവരെന്ത് ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യണം, ഇതിലൊരു സ്റ്റഡി നടത്തണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെ, അതിൻ്റെ മോട്ടീവ് എന്തൊക്കെ, ഏതൊക്കെ കമ്പനികളാണ്, മരുന്ന് കമ്പനികളും എക്യുപ്മെൻറ്റ് കമ്പനികളും, ഏതൊക്കെ കമ്പനികളാണ് ഇവിടെ പ്രൈവറ്റ് ഹെൽത്ത് സെക്ടറിൽ പ്രത്യേകിച്ച് സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, അതിൻ്റെ ബാക്കിലുള്ള അവരുടെ ആവശ്യം, അല്ലെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ ഡോക്ടർമാരെ ഒരു ലോബിയാക്കി എടുത്ത് അവർ ഇവിടെ വേറെ രീതിയിലുള്ള എന്താ പറയുക ഒരുതരം ബിസിനസ് നടത്തുന്നുണ്ടോ, ഇതിനൊക്കെ അന്വേഷണം നടത്താവുന്നതേ ഉള്ളൂ സർക്കാരിന്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടന്ന് കാണില്ല. ഈ വിഷയമാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു കോംപ്രമൈസിൽ അങ്ങനെ തീർന്നു പോകുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. ഇത് പരസ്പരം കേസോ കാര്യങ്ങളോ ആവാനുള്ള വഴിയൊന്നുമില്ല. അപ്പുറത്ത് ഡോക്ടർ ടു ഹോസ്പിറ്റലിൻ്റെ സൈഡ് അദ്ദേഹം പറഞ്ഞു, ഇപ്പുറത്ത് അന്തു ഡയറക്റ്റ് അല്ലെങ്കിലും ഒരു മാപ്പ് എന്നുള്ള രീതിക്ക് തന്നെ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കയ്യിലെങ്ങനെ പ്ലാസ്റ്റർ വന്നേന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്, അവിടെ അത് എൻ്റെ ആവുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ,
ഞാനടക്കം നിങ്ങളടക്കം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം ഇതായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു രോഗമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ രോഗം എങ്ങനെ നമുക്ക് പിടിപെടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ, പിടിപെട്ടു ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണം, മുൻകരുതൽ, ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ, നമുക്ക് തരുന്ന മരുന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽ, ഈ മരുന്നും ഈ ട്രീറ്റ്മെൻറ്റും നമ്മൾ എത്ര കാലം കൊണ്ടുപോകണം, ഇതിനൊക്കെ ഒരു കൗൺസിലിംഗ് വെക്കണം ഒരു രോഗിക്ക്. മനസ്സിലായോ? ഒരാൾക്ക് കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കാനുള്ള സമയം ഡോക്ടർ കണ്ടെത്തണം. ഇത് കൃത്യമായൊരു കൗൺസിലിംഗ് വഴി ബൈസ്റ്റാൻഡർക്കും രോഗിക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഫെസിലിറ്റി ഹോസ്പിറ്റലിൽ വേണം. ഇന്ന് എന്താ പറയുക, കുറേ കൂടി ക്ലാരിറ്റി വരും. മറ്റേത് നമുക്ക് ആർക്കും അറിയില്ലടേ, ഒരു മെഡിക്കൽ ടേം കേട്ടാൽ നമുക്ക് മനസ്സിലാവുമോ? ഒരു രോഗത്തിൻ്റെ എന്താ പറയുക അപ്പുറവും ഇപ്പുറവും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രോഗിയാണ്, നമുക്ക് രോഗമുണ്ട്, നമുക്ക് അവിടെ പോകണം, ട്രീറ്റ്മെൻറ്റ് വേണം, രോഗം മാറണം, ഇത്രയേ ഉള്ളൂ. പക്ഷെ ബാക്കി ഡീറ്റെയിലിംഗ് ഒക്കെ തരണം, അത് കിട്ടണം. എനിക്ക് തോന്നുന്നത് എബ്രോഡ് അതുണ്ട്. ഞാനൊരു വട്ടം പുറത്ത് തായ്ലാൻഡിൽ ട്രാവൽ ചെയ്ത സമയത്ത് ഞാൻ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി, എൻ്റെ കയ്യിനൊരു തമ്പിനൊരു പ്രശ്നം ഉണ്ടായി, തമ്പിന് ഭയങ്കര പെയിനായി എവിടെയോ തട്ടിയിട്ട്. അപ്പം ഞാനതിന് വേണ്ടി ഒരു ബാൻഡേജ് പോലത്തെ എന്തെങ്കിലും കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ നോക്കിയിട്ട് ജസ്റ്റ് ഒരു ലോക്കൽ സ്റ്റോറിൽ, മെഡിസിൻ സ്റ്റോറിൽ കയറിയ സമയത്ത് അവർ വരെ നമുക്കിത് എങ്ങനെ ഇടണം, അത് തുറന്ന് എങ്ങനെ കയ്യിലിടണം, ഏത് രീതിയിൽ നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യണം, അങ്ങനെ കുറേ ഡീറ്റെയിലിങ് ലാസ്റ്റ് അവർ പറഞ്ഞു തന്നിട്ട് ഞാൻ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ട് കേൾപ്പിച്ചുകൊണ്ടിരുന്നേ. സോ ആഫ്റ്റർ ഓൾ അങ്ങനത്തെ ഒരു മെഡിസിൻ സ്റ്റോറിൽ കയറി വാങ്ങുന്ന സമയത്തടക്കം ദേ ആർ ഡീറ്റെയിലിങ്. അവർക്ക് ആ ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളവിടുത്തെ ഏതെങ്കിലും മരുന്നടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും മരുന്ന് കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തു തരും. അങ്ങനെയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് അവർ ഡോക്ടർമാരായിട്ട് എടുത്തു തരുന്ന കുറേ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊന്നുമല്ല, ഇതെന്താ പറയുക, നമ്മളുടെ മെഡിക്കൽ സെക്ടർ എപ്പോഴും എന്താ പറയുക ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്, ഏറ്റവും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാലും കുറേ കാര്യങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര കുറവുണ്ട്. മനസ്സിലായോ? കുറേയൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കോമൺ പീപ്പിൾ, വി ആർ കോമൺ പീപ്പിൾ. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽസിൻ്റെയും കൂടിയും കടമയാണ്, ഡോക്ടേഴ്സിൻ്റെയും കൂടിയും കടമയാണ്. ഇപ്പോൾ ആർജയന്ത് പറഞ്ഞ വേറൊരു പോയിൻ്റ് ഉണ്ട്. ഇതേ ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് പേർക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ആ അനുഭവങ്ങൾ ആർജയന്തുവിന് ഒരു മെസ്സേജായിട്ടും കമൻ്റായിട്ടും ഇട്ടിട്ടുണ്ട്. ഇത് അഡ്രസ്സ് ചെയ്യാൻ ഹോസ്പിറ്റലിനെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പറ്റണം. എല്ലാ ഹോസ്പിറ്റൽസും അവിടെ എന്ത് വെക്കുന്നുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചികിത്സാ പിഴവോ കാര്യങ്ങളോ നിങ്ങൾ സംതൃപ്തരല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനൊരു PR ഉണ്ടായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ. മനസ്സിലായോ? അപ്പോൾ അത് PR-ൻ്റെ അടുത്ത് എത്തുന്നുണ്ടോ, എത്തിക്കഴിഞ്ഞാൽ അവർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ ആസ് എ പേഷ്യൻറ്റ് നമ്മളും കൂടി ശ്രദ്ധിക്കണം. നമ്മളത് കൃത്യമായി ഞാൻ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഫ് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ഞാൻ കൃത്യമായിട്ട് പോയിട്ട് അത് പറയാറുണ്ട്. ഇന്ന കാര്യങ്ങൾ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു. നമുക്ക് ചോദ്യം ചോദിക്കാം. നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, നമുക്ക് ചോദ്യം ചോദിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കൃത്യമായി അത് ചോദ്യം ചോദിക്കണം. അതിന് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയം കുറച്ചും കൂടി എന്താ പറയുക മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ തീർന്നു പോയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പിന്നെ എല്ലാ സെക്ടറിലും ഉള്ള പോലെ തന്നെ ഹെൽത്ത് സെക്ടറിലും പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും അഴിമതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അന്വേഷിക്കാനും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കാനും വരുന്ന സർക്കാരുകൾ കൊണ്ടുകൊണ്ട് പറ്റണം. എന്നാലേ നമുക്കൊക്കെ സേഫായിട്ട് ഇരിക്കാൻ പറ്റൂ.